പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 11-ാം തീയതി ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോയെ, ഈ ആഴ്ചയിലെ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, മുട്ടിന് താഴേക്ക്, കാൽമുട്ടിന് താഴേക്ക്, തുടയിലേക്ക് നീര് പൊങ്ങിക്കിടക്കണ കണ്ട് കർത്താവ് വ്യത്യസ്ത സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവർ. കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ. കർത്താവെ, യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും ജോലി സംബന്ധമായി യാത്ര ചെയ്യുന്നവർ യാത്ര മുടങ്ങിപ്പോരുണ്ട്. ഈശോയെ,
കാലുകൾ ഉദച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോ നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, ആണിപ്പടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടാകുന്ന നല്ല ചില കർത്താവേ, നിന്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിൽ വിടുതൽ ലഭിക്കട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ രമ്യ വർഗീസിനെ കുറിച്ച് പറഞ്ഞു. രമ്യ വർഗീസിൻ്റെ സാക്ഷ്യത്തിലെ ചില ജീവിത നിരീക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ അവരാണ് ഇങ്ങനെ ഈ ഉടമ്പടി ഇസ് എ വേ ഓഫ് ലൈഫ്, കവനൻ്റ് ഇസ് എ വേ ഓഫ് ലൈഫ് എന്നൊക്കെ പറയണത്. അല്ല, ജോസഫ് അച്ഛൻ പറഞ്ഞു കൊടുത്തതല്ല അവരോട്. അവർ ജീവിച്ചു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു ജീവിത വഴിയാണ്, ജീവിത രീതിയാണ്. ഇപ്പം രമ്യ വർഗീസ് അങ്ങനെയല്ല പറയണത്. രമ്യ വർഗീസ് പറഞ്ഞത് ഉടമ്പടി നമ്മൾ തളർന്ന് വരുമ്പോൾ ചാരിക്കിടക്കാനുള്ള ഒരു ഇടമാണ് ഉടമ്പടിയെന്ന്. അതായത് സഹനങ്ങളിൽ തളരുമ്പോൾ ചാരിക്കിടക്കാനുള്ളൊരു ഇടമാണ്, ഒരാശ്വാസ ഇടമാണ് ഉടമ്പടി. അതെന്താ അവരങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം ഓരോ വളർച്ചയ്ക്കും ആ വളർച്ചയ്ക്ക് മുമ്പ് നമ്മൾക്കിന്ന് പ്രയർ ഡ്രോ ചെയ്യാൻ വേണ്ടി, പുണ്യങ്ങൾ പുരോഗമിക്കാൻ വേണ്ടി ദൈവം ചില പ്രോബ്ലംസ് നമുക്ക് തരും, പസിൽസ് തരും. അപ്പോൾ നമ്മളത് ചെയ്യണം. ഇപ്പോൾ രമ്യ വർഗീസിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ രമ്യ വർഗീസ് ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ ഭർത്താവിന് ഈശോട് പറയുമേ 3 കുഞ്ഞുങ്ങളുണ്ടല്ലേ, വളർത്തണമല്ല, എന്തെങ്കിലും മാർഗമുണ്ടോ? അത് ഇവർക്കൊക്കെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇവർക്ക് കർത്താവുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാവില്ല, ദൈവത്തിൻ്റെ ബന്ധത്തിൽ ഇപ്പോൾ ഈ ഉടമ്പടി നാളെ നമ്മൾ സാക്ഷികൾ കേട്ടവർക്ക് മനസ്സിലായത് ഒത്തിരി മനുഷ്യർ അവളുടെ ഒരു വീട്ടിലെ അംഗത്തെ പോലെയാണ് അമ്മയുടെ കൂടെ ജീവിക്കുന്നത്. അമ്മയുടെ കൂടെ അവർ ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നു. അവിടെ അമ്മ വേണമെന്നില്ല, അമ്മയുടെ ചിത്രം പോലും വേണമെന്നില്ല. പക്ഷെ അമ്മ കേൾക്കുന്നുണ്ടെന്നവർക്ക് അവിടെ മനസ്സ് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കും, നീ പറ, അമ്മ കേൾക്കുന്നുണ്ട് എന്ന് പറയും. അങ്ങനെ ഒരു വലിയ ബന്ധം ഈ ആൾക്കാരുമായിട്ടുണ്ട്. അപ്പോൾ രമ്യ പറഞ്ഞ് കുഞ്ഞുങ്ങളും 3 ഉണ്ടല്ല, എന്നെ വളർത്തണ്ടേ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞത് എൻ്റെ 2 PSC റാങ്കിലെ ലിസ്റ്റും ക്യാൻസലായിപ്പോയി, കിട്ടിയില്ല ജോലി എന്ന് പറഞ്ഞു. ഉടനെ അത് പറഞ്ഞതേ ഉള്ളൂ. പിറ്റേ ആഴ്ച വേറെ 2 ലിസ്റ്റ് കൊടുത്തു. ലിസ്റ്റ് കൊടുത്തപ്പോൾ അതിലെന്ന് പറയണതിന് ഇവളൊക്കെ പിക്കപ്പ് ചെയ്ത് അവൾ നല്ല ശമ്പളത്തിൽ ജോലിക്ക് കയറി. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്ന സാധനങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ ഈസിയായിട്ട് ഇളക്കിയാണ്. അപ്പോൾ വേറെ രസമുണ്ടായത് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ, പിന്നെ പറഞ്ഞ് ഈ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണല്ലോ സംഗതി കുഴപ്പത്തിലാണെന്ന് മനസ്സിലായത്. എന്ന് വെച്ചാൽ ഇപ്പം മാതാപിതാക്കന്മാരും വളരെ പ്രായമാണ്. പിന്നെ പിള്ളേർ 3 കിളന്തകളാണ്. അതിലൊന്ന് പിള്ളേർ സ്കൂളിലും പിന്നെ താഴത്തെ കുഞ്ഞു ക്ലാസ്സിലും പോണ പിള്ളേരാണ്. ഈ കക്ഷികൾ വീട്ടിൽ എന്തൊരു പരവേശമാണ് അമ്മമാർക്ക്. ഈ കക്ഷികൾ വീട്ടിൽ വരണ മുമ്പ് അമ്മമാർ വരണം. പക്ഷേ അമ്മയുടെ ജോലി എന്ന് പറഞ്ഞാൽ 90 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ കയറിയ പാട്ടിൽ അതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് 5 കൊല്ലത്തിനുള്ളിൽ പാടാണ്. അപ്പോൾ പ്രശ്നം അതൊന്നുമല്ല. ഈശോട് പറഞ്ഞു, ഈശോ ഞാൻ വന്നു കയറുമ്പോൾ സന്ധ്യയാകും, പക്ഷേ അപ്പനും അമ്മയൊക്കെ ഇവിടെ സേഫ് ആകണ്ടേ. ഇത് നിലമ്പൂരാണ്, വനത്തിൻ്റെ അരികിലാണ്. വെള്ളപ്പൊക്കവും മഴയും പിന്നെ വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എന്നെ ഒന്ന് ഇവിടുന്ന് മാറ്റുക, ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞപ്പോൾ അനിയത്തി വിളിച്ച്, ചേച്ചിക്കൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ചേച്ചി വന്ന് നോക്കുമെന്ന് പറയും. അപ്പോൾ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ നമുക്കറിയത്തില്ല. അവിടെ വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇവരിതിന് വേണ്ടി ചെയ്യുന്ന പെട്ടെന്നാണ് സംഭവം. പിന്നെ ടൗണിൽ പെട്ടെന്ന് വീട് കണ്ടപ്പോൾ തന്നെ രമ്യക്ക് ഇഷ്ടപ്പെട്ടു.
കർത്താവ് സെലക്ട് ചെയ്യുന്ന വീട്. അപ്പോൾ കൊണ്ട് ഉപ്പ് ഇട്ടേച്ചും ഉടമ്പടി ഉപ്പ് ഇട്ടേച്ചും പറഞ്ഞ് എൻ്റെ അവകാശമല്ല, എൻ്റെ അവകാശം എഴുതി നിനക്ക് തരണമെന്ന് പറഞ്ഞു. ആർക്ക്? ഈശോയ്ക്ക്. വീട് നിൻ്റെ ഉടമസ്ഥയിലാണ്. അവരിങ്ങനെ അവരിങ്ങനെ ജീവിക്കണം. എന്നുവെച്ചാൽ അങ്ങനെ ജീവിക്കണം കുറേ മനുഷ്യരുണ്ട് കർത്താവുമായിട്ട്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിഷയം നല്ലൊരു പെർഫെക്റ്റ് റിലേഷനിലേക്ക് ദൈവമായിട്ട് വരുന്നു എന്നുള്ളതാണ്. കാര്യം ഉടമ്പടിയിൽ ഉള്ള കാര്യങ്ങൾ തന്നെ വൃത്തിമേനായിട്ട് ചെയ്താൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല റിലേഷനിലേക്ക് വരും ദൈവമായിട്ട്. കമ്മ്യൂണിക്കബിൾ ജോസഫച്ചൻ അതിനെ ഞാൻ അതിനെ വിളിക്കുന്നത് കമ്മ്യൂണിക്കബിൾ റിലേഷൻ എന്നാണ്. റിലേഷനൊക്കെ ഒത്തിരി ഉണ്ട്. ആൾക്കാർക്ക് പാസീവ് ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്. കമ്മ്യൂണിക്കബിൾ റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ സംസാരിച്ച ദൈവം സംസാരിക്കുക ഇങ്ങോട്ട്. പുറപ്പാട് 33:11 അതിമനോഹരമായ ഒരു വചനമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അത് വായിച്ചത് സ്നേഹിതനോടെന്ന പോലെ കർത്താവ്. കേട്ടോ, സ്നേഹിതനോടെന്ന പോലെ കർത്താവ്. ഇത് ഏത് കർത്താവാണെന്ന് അറിയാവാ? ഈശോ കർത്താവല്ലേ. ഇത് പിതാവായ ദൈവമാണ്. പിതാവ് ദൈവം വെച്ചാൽ മോസ്റ്റ് റിസർവ്ഡാണ്. പക്ഷെ മോസസിനോട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മോസസിനോട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അപ്പായിക്ക് ഇന്നും റിസർവേഷൻ ഒന്നുമില്ല. നമ്മളപ്പ നിത്യതയുമായിട്ട് മാത്രം നമ്മൾ നിത്യതയെ കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മളുടെ ഒരു പൂർണ്ണമായ എല്ലാ മൂവ്മെൻറ്റ്സും നിത്യതയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കണത്, മറ്റുള്ളവർ ജീവിപ്പിക്കണമെന്ന് അപ്പായ്ക്ക് തോന്നിയാൽ അപ്പോൾ മോസസിൻ്റെ കാലത്തെ പോലെ നമ്മൾ കമ്മ്യൂണിക്കബിൾ ആകും. പക്ഷേ വിഷയം നിത്യതയായിരിക്കണം. കാര്യം നമ്മൾ നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ അപ്പയെ സംബന്ധിച്ചിടത്തോളം അപ്പ അത് കൗണ്ട് ചെയ്യണത് നമ്മൾ ഈശോയെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ഈശോയെ മഹത്വപ്പെടുത്തുമ്പോൾ അപ്പയുടെ പദ്ധതിയാണല്ലോ ഈശോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ മഹത്വം അപ്പയ്ക്ക് കിട്ടണം. അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെ വരുമ്പോൾ അപ്പ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യാൻ തയ്യാറാവും. അപ്പം അത് ആ ഉടമ്പടിയിലുണ്ടാകുന്ന ഏറ്റവും വലിയ സാധ്യത എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കബിൾ പ്രസൻസാണ്. കമ്മ്യൂണിക്കേറ്റീവ് പ്രസൻസ്. ഇപ്പം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ല, അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് പ്രസൻസ് ഉണ്ട്. ഇപ്പോഴും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ എന്ത് പറയുന്ന അളവിലും തൂക്കത്തിലും സഡൻ ആക്ഷൻ ഉണ്ട്. അത് കമ്മ്യൂണിക്കേറ്റീവ് പ്രസൻസ് എന്ന് പറയുന്നത്. അപ്പം രമ്യ വർഗീസ് അതിൻ്റെ ഒരു ആ അനുഭവതലത്തിലേക്ക് വന്ന് നിങ്ങൾക്കും എല്ലാം ഇതിന് ഉടമ്പടിക്കെല്ലാം ആ സാധ്യതയുണ്ട്. അതാണ് ഞാൻ സാധ്യത പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.